Hey guys, good morning. അപ്പം രാവിലെ തന്നെ വണ്ടി എടുത്തൊന്ന് ഓടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറച്ച് ദിവസമായി ഇവനെ ഒന്ന് അനക്കിയിട്ടേ. അപ്പം ബേബി എന്നോട് പിണങ്ങും അനക്കിയില്ലെങ്കിൽ. അതുകൊണ്ട് രാവിലെ ഇവനുമായിട്ടൊന്ന് ഒരു ഡ്രൈവിന് ഇറങ്ങിയതാണ് കേട്ടോ. സമയം 8 മണിയായി. ഞാനൊരു 7:45 ആകാറായപ്പോൾ ഞാൻ ഇറങ്ങിയതാണ്. ചെറിയൊരു റൈഡ്. അപ്പം അതുമായിട്ട് ചുമ്മാ ഒന്ന് ഓടിച്ചു, കുറച്ച് വണ്ടി ഒന്ന് റേസ് ചെയ്തൊക്കെ കൊണ്ടുപോയി. ഇടയ്ക്കൊക്കെ ഒന്ന് കാല് കൊടുത്തില്ല ശരിയാവില്ലല്ലോ, ഇടയ്ക്കൊക്കെ ഒന്ന് കൊടുക്കണമല്ലോ. അപ്പോൾ അത് ഞാൻ വീട്ടിലോട്ട് പോകണം കേട്ടോ. ഇനി ഒരുങ്ങിയിട്ട് വേണം രാവിലത്തെ ഡ്യൂട്ടിക്ക് കയറാൻ. അപ്പം വീട്ടിൽ ചെന്ന് ഫുഡ് കഴിക്കണം. പല്ല് പോലും തേക്കാൻ ഞാൻ ഇറങ്ങി കേട്ടോ. പല്ല് പോലും തേച്ചില്ല, മുഖം മാത്രം ഒന്ന് കഴുകി ജസ്റ്റ് ഇച്ചിരി കാപ്പിയും കുടിച്ചു. പിന്നെ ഇനിയിപ്പോൾ ബാക്കി പരിപാടികളൊക്കെ വീട്ടിൽ ചെന്നിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഗൈസ് വീട്ടിൽ ചെന്നിട്ട് കാണാം. ഗൈസ് ഒരു ചേര കുടുങ്ങിയിട്ടുണ്ട്. വലിയ സാധനം കേട്ടോ. എന്നാ ഊരാ കേട്ടോ. ഭയങ്കര ആരോഗ്യം കേട്ടോ ഇതിന്. ചുമ്മാ ഒന്നും ചെയ്തൊന്നും. ഞാനതിനെ ഇങ്ങോട്ട് വന്നു. നല്ലത് കിട്ടത്തില്ല അതിന്. ഊരിപ്പോണം. ഒന്നും വേറെ പണിയില്ല. ലോക്കാണ് ആശാൻ. മാൻ്റെ ചെളിയായി പണ്ടാരം. കൃത്യമായിട്ട കോഴി ലോക്കായി. മുറിക്കാതെ പോകും തോന്നില്ല. ഞാൻ എൻ്റെ പെടലിയിൽ കിടന്ന വല മുറിച്ചിട്ടുണ്ട്. പക്ഷെ ഇറങ്ങി കൂടിനകത്തൂടെ പോകുന്നുണ്ടോ? അവിടെ സ്പേസ് ഇല്ലല്ലേ, കൂടിനകത്ത് ഇടയില്ലല്ലേ, അതിലെ പോകുന്ന ഗ്യാപ്പില്ല. ഇങ്ങോട്ട് തന്നെ വരുമായിരിക്കും. അകത്തുണ്ട് കൂടിനകത്തുണ്ട്. നോക്കുക അത് എങ്ങോട്ട് പോകണം കണ്ടോ. നോക്കുന്നുണ്ടതേ വഴി. തല കാണാം. വലയുണ്ട് പെടലി കണ്ടോ. അദ്ദേഹത്തുനിന്ന് പോയിട്ടില്ല. ഇപ്പം എന്നെ ചെയ്യാൻ അങ്ങനെ ഞങ്ങളങ്ങനെ ഇവിടെ വലിയൊരു സ്നേക്ക് റെസ്ക്യൂ ആണ് നടന്നിരിക്കുന്നത്. അതിനകത്തൂടെ കളിച്ച് കിടക്കാം. പുറകെ പോയി ഓടിച്ചാലോ. ഗൈസ് അവിടെ പാമ്പിൻ്റെ ശല്യം, ഇവിടെ വേറൊരുത്തൻ്റെ ശല്യം. ഇങ്ങോട്ട് വരാൻ. ഇങ്ങോട്ട് വരാൻ. ഞാൻ ഇവിടെ കൊട്ട ഇങ്ങോട്ട് വരുന്നുണ്ടോ. അനക്കുന്നുണ്ട്. അതിൻ്റെ പരിപാടി മറ്റേ ബാബുരാജ് ചെയ്യാത്ത സാധനം. ബാബുരാജ് എന്നല്ലേ പാമ്പാറിൻ്റെ പേര്. എൻ്റെ പുള്ളിയുടെ തന്നെ പാമ്പാടുക തന്നെ. ആ ബാബുരാജ് ഇങ്ങോട്ട് വരാൻ. ഞാൻ പൊക്കി വേണം. നിന്നെ ഹെൽപ്പ് ചെയ്യാൻ നോക്കുമല്ലോ ഞാൻ. നിന്നെ കൊല്ലാനല്ലല്ലോ. കൊല്ലാനാണെങ്കിൽ ഇപ്പോൾ കൊന്നേനെ. അതിലെ കയറി പോക്കോ, പട്ടിയുടെ എടുത്തോട്ട് പോകോ. അതിലെ എന്നെ അങ്ങനെ. പോ സപ്പോർട്ട് ചെയ്യാം. പൊക്കോ നേരെ പിറകെ ജീവന എല്ലാം കടച്ചിട്ടേക്കൊല്ലടി. ഫുള്ള് കയറിയോ? അങ്ങോട്ടാണ് പോയി നോക്കട്ടെ. അപ്പുറത്ത് പറയുന്നതോട് കയറിയാണ്. പട്ടി എടുത്തോട്ട് ലിഫ്റ്റ്
അതിനകത്തോട്ടെ ഇങ്ങോട്ട് നന്ദി പോലും പറയാതെ അവൻ പോയിരിക്കുന്നു. മോനെ മണം പിടി, പാമ്പിൻ്റെ മണം പിടിക്കുവാണ് കേട്ടോ അവൻ. അതാ കടിക്കുന്നത്. പാമ്പ് വരികയാണെ കുറച്ചോണം ഓടിച്ചോണം ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. കേട്ടോ? ആ ഓക്കെ, മനസ്സിലായി. അടിച്ച് ശരിയാണ് കേട്ടോ. അണ്ടേ നിന്റെ ഷോ കാണാൻ എനിക്ക് വയ്യ. പോവാ പോ. ആ ഇപ്പം ഞാൻ പാമ്പാടി പാമ്പാടിയിൽ മീനേടം പോകുന്ന റൂട്ടാണ്. ഈ വഴി ഫുള്ള് സീനാണ് കേട്ടോ. ഞാൻ ആദ്യമേ എനിക്ക് സജസ്റ്റ് ചെയ്ത് ഈ ഒരു റൂട്ടായിരുന്നു ഗൂഗിൾ മാപ്പ്. അപ്പോൾ ഞാൻ ഒരു 500 മീറ്റർ കുറവുണ്ടെന്ന് കേട്ടിട്ട് ഞാനങ്ങ് വണ്ടി വെച്ചു. പിന്നെ രണ്ടാമത് നമുക്ക് വേറെ റൂട്ട് കണ്ടു, പക്ഷേ അതായിരുന്നു ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇത് ഫുള്ള് കാട് പിടിച്ച് ഞാനിപ്പോൾ ഒരു 3 കിലോമീറ്റർ ആയിട്ടും വീടുകളൊക്കെ ഉണ്ട്, പക്ഷെ ഒറ്റ മനുഷ്യർ ഈ റോഡിലോട്ട് ഇറങ്ങുന്നില്ല. വണ്ടിയില്ല, ഒരനക്കമില്ല. ഞാനും വണ്ടി ലൈറ്റ് മാത്രമേ ഉള്ളൂ. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ വഴി വേറൊരു റൂട്ടിൽ നിന്ന് ചാടും. ഞാൻ മാപ്പ് മാറ്റി വെച്ചേക്കുവാണ്. അപ്പം വേറൊരു വഴിയിലോട്ട് ചെന്ന് ചാടുന്നത് അത് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. രാത്രി ടൈമാണ്. ഗൂഗിൾ മാപ്പ് ഏത് സമയം പറഞ്ഞാൽ നമ്മളെ ചതിക്കാം. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അതായത് നമ്മൾ പോവാണ്, എവിടെയെങ്കിലുമൊക്കെ ചെന്ന് നിർത്തിയില്ല. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കൈ. തോട്ടമൊക്കെയാണ്, ഫുള്ള് റബ്ബർ തോട്ടം. ഞാൻ ബൈക്ക് അടിച്ച് കാണിച്ചത്. റൈറ്റ് ലൈറ്റ് അടിച്ച് കൊടുത്താണ്. അവിടെ ഇവിടെയൊക്കെ ഓരോ വീടുകൾ കാണുന്നുണ്ട്, പക്ഷെ എന്തോ ഒരു പന്തികളുള്ള റൂട്ടാണ്.